തോട്ടങ്ങൾ ഉണ്ടെങ്കിലും ബഡ് എടുക്കാൻ പറ്റുള്ളൂ. തോട്ടങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടുന്ന ബഡ് വെച്ച് അവർ ചെയ്യും. അപ്പൊ അതിന് ക്വാളിറ്റി കിട്ടില്ല. അതിന്റെ ഈ ഏരങ്ങൾ പോകുമ്പോഴത്തേന് ചെറിയ സൈഡിൽ കൂടെ പോകുന്ന ഏരങ്ങൾ അതുപോലെയുള്ള അത് കാണിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമസ്കാരം ഉണ്ണിക്കുഞ്ഞെ. കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് ഒരുപാട് കൃഷി രീതികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണിക്കുഞ്ഞ്. അതെ. അപ്പം എന്തൊക്കെ കൃഷി രീതികൾ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ഉണ്ണിക്കുഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്താവോ നമ്മുടെ പ്രേക്ഷകരെ? ഞാൻ ഉണ്ണിക്കുഞ്ഞ് പറഞ്ഞ് വെള്ളിക്കുന്നേൽ അരുത്തറയ്ക്കടുത്ത് കൊണ്ടൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എൻ്റെ കൃഷിയിടവും എൻ്റെ വീടും. ഞങ്ങളൊരു കൃഷി കുടുംബമാണ്. അപ്പം എൻ്റെ ബാല്യത്തിൽ തന്നെ ഞങ്ങൾക്ക് കൃഷിയിടങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വയലുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലുള്ള കൃഷിയും അന്നോട്ടേ പരിചിതമാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 20 വർഷമായി 20 വർഷത്തെ ആയിട്ട് നമ്മൾ റബ്ബർ എന്നുള്ള കൺസെപ്റ്റ് മാറി മറ്റ് ചില കൃഷിയിലേക്ക് ഞാൻ തിരിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് റംബുട്ടാന്, മംഗോസ്റ്റീന്, അതുപോലെ തന്നെ പേര, അതുപോലെ നിരവധിയായ പല കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം കൂടുതലായിട്ട് ചെയ്യുന്നത് റംബുട്ടാനും മംഗോസ്റ്റീനും. എത്ര വർഷമായി റംബുട്ടാൻ നിൽക്കുന്നത്? ഇത് നിൽക്കുന്നത് ഒരു 15 വർഷത്തിന് മുകളിലായ റംബുട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് ഒരു 50 താഴെയുള്ള മരങ്ങളേ ഉള്ളൂ. 50 താഴെയുള്ള മരങ്ങളേ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നിരിക്കുന്നത് ഇപ്പൊ മരങ്ങാട്ടുള്ളിൽ ഒരു 8 ഏക്കർ ചെയ്തിട്ടുണ്ട്. ഒരു 500 മരത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പ്രൊഡക്ഷനൊക്കെ ആയത് അതിൽ 2 വർഷമായിട്ട് പ്രൊഡക്ഷൻ ആയതാ. നല്ല രീതിക്ക് നല്ല ഇതാണല്ലോ. ഇത് ഏതാ വെറൈറ്റി? ഇത് എന്താ ശരിക്കും പറഞ്ഞത്? ഇത് N18 വെറൈറ്റി തന്നെയാണ്. ആദ്യകാലത്തെ തൈയാണ്. എത്ര വർഷമായി? ഒരു 18 വർഷമായിട്ട് ഈ ചെടി നല്ല രീതിയിൽ ധാരാളം കാ തരുന്നതാണ്. എല്ലാ വർഷവും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. 300 കിലോയുടെ മുകളിൽ ഈ വർഷം ഏതായാലും കിട്ടും. 300. കഴിഞ്ഞ വർഷമൊക്കെ 200 കിലോ 250 കിലോ പല റേഞ്ചിൽ വരും. ഇതിപ്പോ ഈ വർഷം ചിലത് ധാരാളമായിട്ട് കഴിച്ചു. ഈ കാ മൊത്തം പിടിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ? ഇല്ല, ഇത് മുഴുവൻ പിടിച്ചു കഴിഞ്ഞാൽ ഈ മരം ഒടിഞ്ഞു പോകും. ഇതെല്ലാം പോയി കഴിഞ്ഞാൽ മരം ഒടിഞ്ഞു. ഇതിന്റെ അകത്ത് ഈ ചെടി തന്നെ അതിനെ വേണ്ട രീതിയിലൊരു അത് അവർ ചെയ്യുന്നത്. അത് അബോർട്ട് ചെയ്യാനുള്ള അവർ അബോർട്ട് ചെയ്യും. അതാണ് പൊഴിച്ചിൽ നമ്മൾ പറയുന്നത്. പിന്നെ കൂടുതൽ മഴ വരുന്നു അങ്ങനെയുള്ള സമയത്ത് കൂടുതലായിട്ട് പൊഴിയുന്നതാണ്. പിന്നെ ഇതിന്റെ ഇപ്പൊ ഇത്രയും ഫ്രൂട്ട് ഔട്ട്പുട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അതിന് വേണ്ട ഇൻപുട്ട് അതിന് വേണം. ഇൻപുട്ട് മീൻസ് അതിൻ്റെ അകത്ത് വളങ്ങൾ, ക്വാളിറ്റി വളങ്ങൾ അതിന് വേണം. ഇത് ചെടിക്ക് വേണ്ടത്. എന്നാലും ഇതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിന്. അപ്പൊ അതിനുള്ള സാധനം അതനുസരിച്ച് നമ്മൾ ഇതിനിട്ട് കൊടുക്കണം. ചോട്ടിലും കൊടുക്കണം, സ്പ്രേ ആയിട്ട് കൊടുക്കണം. അതെ. ഇത് പൊഴിയാതിരിക്കാൻ എങ്ങനെ എന്തൊക്കെ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞുതരാമോ? അത് വളരെ ശ്രമകരമായ ഒരു പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് നാച്ചുറലായിട്ട് ഒരു പൊഴിച്ചിലുണ്ട് ഇതിന്. അത് കാണുമ്പോഴത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കാറുണ്ട് എന്നാ ചെയ്യുന്നത്. ഇതിന് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പിലത്തെ വർഷം തന്നെ തുടങ്ങണം അതിന്റെ ഈ പൊഴിച്ചിലുള്ള പ്രതിവിധി. നമ്മള് പറഞ്ഞല്ലോ അതിന്റെ വളം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒത്തിരി മൈക്രോ ന്യൂട്രിയൻസ് ആണ്. ബോറോണിന്റെ അഭാവം ഭയങ്കരമായിട്ട് പൊഴിച്ചിട്ടുണ്ട്. അതിന് സിങ്ക്, മഗ്നീഷ്യം എല്ലാ മൈക്രോ ന്യൂട്രിയൻസും അതിൻ്റെതായ അളവിൽ. അപ്പൊ അത് കൊടുക്കുമ്പോഴേ നമ്മൾ നല്ല കമ്പനികളുടെ മേടിച്ചു. അല്ല ഇതിന്റെ പ്രപ്പോർഷൻ കറക്റ്റ് ആയിരിക്കല്ല അതിന്റെ കണ്ടന്റ് കാണാൻ. അതാണ് സാധാരണ വില കൂടുതലാണെങ്കിലും നല്ല കമ്പനികളുടെ മേടിച്ചു കൊടുക്കുക. ഈ മണ്ണിന് pH കൂടെ ശരിക്കും pH കറക്റ്റായിട്ട് നോക്കണം. pH തീർച്ചയായിട്ടും ഞാൻ 2 പ്രാവശ്യം കാൽസ്യം അപ്ലൈ ചെയ്യും. അതെന്ന് പറഞ്ഞാല് ഞാൻ കൂടുതലും ചെയ്യുന്ന ഡോളമൈറ്റ് ആണ് ഞാൻ 2 പ്രാവശ്യം ഉപയോഗിക്കുന്നത്. പിന്നെ ശരിക്കും ഈ ചെടികളെല്ലാം ആടി 2 പ്രാവശ്യം ഡോളമൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാ ഒഴിയാനുള്ള ഇപ്പം ഡോളമൈറ്റ് പ്രയോഗിച്ചു കഴിഞ്ഞിട്ട് അടുത്ത വളം ഞാൻ കൊടുത്തില്ല. അതിന് മുമ്പായിട്ട് കാൽസ്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കാൽസ്യം നൈട്രേറ്റ് നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട്. കാൽസ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്യണം. കാൽസ്യം നൈട്രേറ്റ് നമുക്ക് വേനൽക്കാലത്തും ചെയ്യാവുന്ന കാര്യം. അത് വേനൽക്കാലത്ത് ചെയ്യാമെന്ന് ചോദിച്ചില്ല. വേനൽക്കാലത്തും ചെയ്യാം. കാൽസ്യം നൈട്രേറ്റ് അതിന്റെ പൗഡർ പാക്കറ്റ് നമുക്ക് കിട്ടും. അതിന്റെ ഗ്രാനുൾസ് ആയിട്ടുള്ള ഫോമിലാണ്. നല്ല യാര അങ്ങനെ പല കമ്പനികളുണ്ട്. അത് അവർ നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ ഫോളിയാർ സ്പ്രേ കൊടുക്കണം. അത് പരമാവധി നമുക്ക് എത്തുന്ന രീതിയിൽ. എങ്ങനെയാണ് എന്തൊരു അളവിലാണ് ഇത് വെള്ളം കൂട്ടി അടിക്കുന്നത്? അത് പല കമ്പനിയുണ്ട്. ചിലരുടെ 5 മില്ലി ആയിരിക്കും പെർ ലിറ്റർ വെച്ചേക്കുന്നത്. ചിലരുടെ 2.5 മില്ലി. അങ്ങനെ പല രീതിയിലുള്ള ഇതുണ്ട്. അത് നമ്മൾ ഏത് മേടിക്കുന്നു അതനുസരിച്ചുള്ള കാൽസ്യം, ബോറോൺ നിർബന്ധമായിട്ട്. ബോറോൺ ഉപയോഗിക്കുന്നത് മഴക്കാലത്ത് ഉപയോഗിക്കാവുള്ളൂ. അപ്പൊ അതാണ് പറഞ്ഞത്. കഴിഞ്ഞ മഴക്കാലത്ത് തന്നെ മഴ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബോറോണൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. അതിനുശേഷം മൈക്രോ ന്യൂട്രിയൻസ് ഒരു 250 ഗ്രാമെങ്കിലും മിനിമം കൊടുക്കും. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ചോട്ടി വളം കൊടുക്കുന്നില്ല. വേനൽ കഴിയുമ്പോഴത്തേന് ഇതുപോലെ ആയി കഴിയുമ്പോഴത്തേക്കാണ് ഇനിയാണ് പൊഴിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനുവേണ്ടി
ഈ നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇപ്പൊ അറിയാമല്ലോ, ഏകദേശം കൂടുതൽ മഴ വരുന്ന സമയത്ത് ഫംഗസ് കൂടുതൽ മഴ അടുപ്പിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗിസൈഡ് കൊടുക്കും. അത് ഓർഗാനിക് ആയിട്ടുള്ള പല ഫംഗിസൈഡുകളും ഇപ്പം മേടിക്കാൻ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഫംഗിസൈഡ് നമ്മൾ അപ്ലൈ ചെയ്യും. ഒരു 28 ദിവസം കൂടുമ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഈ കാൽസ്യം നൈട്രേറ്റ് 2 പ്രാവശ്യം 3 പ്രാവശ്യം വരെ കൊടുക്കാം. ഞാൻ പറഞ്ഞ ഫംഗിസൈഡ് നമ്മൾ മഴ ആയി ഇനിയിപ്പം അടുത്ത ദിവസങ്ങളൊക്കെ മഴ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫംഗിസൈഡ് അപ്ലൈ ചെയ്യും. ഫംഗസിനെ പ്രതിരോധിക്കുന്ന സാധനമാണല്ലോ ഫംഗിസൈഡ്. ഫംഗിസൈഡിന്റെ പല രീതിയിലുള്ള ഇപ്പൊ നമ്മൾ തുരിശ് അടിക്കുക എന്ന് പറയുന്നത് ഫംഗിസൈഡാണ്. അത് അപ്ലൈ ചെയ്താൽ നല്ലതാണ്. ഇപ്പൊ ഞാൻ പൊതുവെ അടിക്കാറില്ല. ഞാൻ അല്ലാത്ത രീതിയിലുള്ള CFC ഒക്കെ അടിക്കാറുണ്ട്. വെള്ളത്തിൽ കൂട്ടി ആ പൗഡർ അത് നിർദ്ദേശിക്കുന്നത് അത് കൊടുക്കാറുണ്ട്. പല ഫംഗിസൈഡ് മാറി നമ്മൾ അപ്ലൈ ചെയ്യും, അത് കൊടുക്കാറുണ്ട്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസിന്റെ ഇപ്പൊ അടുത്ത മഴ ആയി കഴിയുമ്പോഴത്തേന് മൈക്രോ ന്യൂട്രിയൻസ് ഒരു 200 ഗ്രാം കൂടെ കൊടുക്കും. അപ്പൊ വലിയ ചെടിയാണ് അതിന് 300-350 ഗ്രാം വരെയൊക്കെ ചോട്ടി കൊടുക്കും. പിന്നെ അതിന്റെ ഫോളിയാറായിട്ട് കൊടുക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഈ കായായിട്ട് ശേഷം ചെയ്യേണ്ട അതിന് ശേഷം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആരും പിന്നെ നൈട്രജൻ കൊടുക്കരുത്. ഈ കായ ആയ ശേഷം നൈട്രജൻ എല്ലാവരും ചാടി വളമിട്ട് കൊടുക്കും, NPK കയറ്റി കൊടുക്കും. നൈട്രജന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നൈട്രജൻ ഇതുപോലെ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കും, പുതിയ ഷൂട്ട് എടുത്ത് വരാൻ വേണ്ടി. അപ്പോഴത്തേന് ഇന്ന് എല്ലാം പൊഴിച്ചു സോറി എന്റെ കാ പൊഴിച്ച് അവന് വളരാൻ വേണ്ടി നോക്കും. അപ്പൊ അതൊരു പൊഴിച്ചിലുള്ളൊരു പ്രധാന ഘടകമാണ്. അത് നമ്മുടെ സാധാരണ കർഷകർക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത് ഫോസ്ഫറസും പൊട്ടാഷ് 2-3 പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്യും, സ്പ്രേ ആയിട്ടും ചോട്ടിലും. ഇപ്പൊ ഞാനൊരു 1/2 കിലോ എടുത്ത് പൊട്ടാഷ് ഇപ്പൊ ഓൾറെഡി കൊടുത്തു. ഇപ്പൊ ഫോസ്ഫറസ് ഇപ്പം കൊടുത്തില്ല. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഫോസ്ഫറസ് കൂടെ കൂട്ടി ഒരു റൗണ്ട് കൂടെ കൊടുക്കും. ഈ എപ്പോഴും ചില സാധനങ്ങളൊക്കെ ഇപ്പം ഫോസ്ഫറസ് കുഴപ്പമില്ല, പൊട്ടാഷിലൂടെ പല സാധനങ്ങളും മിക്സ് ആകല. ഇപ്പം അതുകൊണ്ട് മൈക്രോ ന്യൂട്രിയൻസ് പോലും മഗ്നീഷ്യം ഒന്നും അത് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നതാ പറയുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ നോക്കി കൊടുക്കുക. പിന്നെ ഒബ്സർവ് ചെയ്ത് നിൽക്കുക. നമുക്കറിയാമല്ലോ, നമ്മൾ കൃഷിക്കാരൻ നല്ല ശാസ്ത്രജ്ഞനാവണം. എങ്കിൽ മാത്രമേ കർഷകൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന് പോകണം, നല്ലൊരു ബിസിനസ്മാൻ വേണം, അല്ലെ? എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ നമ്മൾ നമ്മളൊന്നും ആയിട്ടില്ല. ടെക്നോളജി ഒത്തിരി ഉണ്ട്. നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ല. അത് കൊണ്ടുവന്ന് ഇവിടെ അപ്ലൈ ചെയ്ത ഈ കൃഷി മേഖല ഭയങ്കര നമുക്ക് ഈ ഇല വെച്ചുകൊണ്ട് ഇതിന്റെ രോഗങ്ങൾ എന്താണെന്ന് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ നിരീക്ഷിക്കാനുള്ള ആർജവം നമ്മൾ ഉണ്ടാകരുത്. ഇതിന്റെ അകത്ത് നമ്മൾ വളരണം. അതെ, ഇപ്പൊ ഇതിനിപ്പോ ആരോഗ്യമുള്ള ഇലകളാണ് കാണുന്നത്, അല്ലെ? അതേസമയം ആരോഗ്യമില്ലാത്ത ചെടികളുടെ സൈഡ് ഉണങ്ങുന്നു. പൊട്ടാഷ്യം അവിടെ കണ്ടു ചില ഒരു ചെടിയുടെ സൈഡ് ഉണങ്ങിക്കുന്നത്, മഞ്ഞപ്പ് കയറുന്നു. അപ്പൊ ഏതാന്നുള്ള ഡെഫിഷ്യൻസി എന്നുള്ള ആ ഇലയെ തന്നെ നമുക്ക് റീഡ് ചെയ്യാം. ഡോക്ടർമാർ ഒരു മനുഷ്യനെ കാണുമ്പോൾ അവർ കണ്ടു നോക്കുന്നത്. അതുപോലെ തന്നെ കർഷകന് ഇതിന്റെ ഇല കാണുമ്പോഴത്തേന് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം, എന്നാലേ കൃഷി നന്നായിട്ട് പോകും. അതുപോലെ ഇതിന്റെ ഈ ചെടിയുടെ പുറകെ നിൽക്കണം, അല്ലാതെ തൈ കൊണ്ട് ചോട്ടി മാന്തി വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നല്ല ശ്രദ്ധ കർഷകർ വേണം. അതും വേണം. അതുപോലെ നമ്മള് ശാസ്ത്രീയമായ പഠനങ്ങളും വേണം. നമ്മള് നല്ല ക്ലാസ്സുകളൊക്കെ ഉണ്ട്, പക്ഷെ സാധാരണ കൃഷിക്കാരൊക്കെ അത് എന്നാന്നുള്ള അറിയത്തില്ല. കുറച്ച് എഴുതി മേടിച്ചോണ്ടൊക്കെ വരും എന്നുള്ളതല്ലാതെ അത് എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത് പഠിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒബ്സർവേഷൻ വേണം. ഈ അന്തരീക്ഷത്തില് നൈട്രജൻ 90% ഉണ്ടെന്നാ പറയുന്നത്. ആ നൈട്രജൻ ചെടിക്ക് ചോട്ടി കൊടുക്കുന്നില്ല, നമ്മൾ എല്ലാം കൊടുക്കില്ല. ഈ അന്തരീക്ഷത്തിലെ നൈട്രജൻ വലിച്ചേക്കാൻ വേണ്ടി അതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇതിനെപ്പറ്റി ഗ്രാഹ്യം ഇല്ല. പിന്നെ ഇടി വെട്ടുമ്പോഴത്തേന് വരുന്ന ആ സമയത്ത് മഴവെള്ളത്തിൽ കൂടെ ധാരാളം നൈട്രജൻ വരുന്നുണ്ട്. അതെല്ലാം നാച്ചുറലായിട്ട് തന്നെ ഈ ഗ്രോത്ത് ഈ അന്തരീക്ഷത്തിന്റെ ഓരോ വർഷവും നൈട്രജൻ കിലോ കണക്കിന് നമ്മുടെ ഭൂമിയിലോട്ട് വന്ന് ചേരുന്നുണ്ട് അന്തരീക്ഷത്തില്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രകൃതിയും ഈ പച്ചപ്പും എല്ലാം നിലനിൽക്കുന്നത്. അതിന്റെ ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിച്ചിട്ടിരിക്കുന്നു. ഇസ്രായേലൊക്കെ ചെയ്യുന്ന പോലെ അന്തരീക്ഷത്തിൽ തന്നെ വെള്ളത്തിനെ അവര് ജലാംശം വലിച്ചെടുത്ത് പിടിച്ചു നിർത്താൻ അവർ നോക്കുന്നത്. ജലത്തിന്റെ അഭാവം നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടല്ലോ, ജലാംശം ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതെ, നമുക്ക് സൂര്യപ്രകാശം ഉണ്ട്. നമുക്ക് ചെടിക്ക് വളരാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മഴ കൂടുതലാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷി എല്ലാ രീതിയിലും ബാധിച്ചായിരുന്നു. അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം പഠിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളതിന്. മഴ കൂടുമ്പോൾ സാറിന് ഈ ഫംഗസും മറ്റ് അറ്റാക്കുകളാണ് കൂടുതലായിട്ട് വരാൻ സാധ്യത കൂടുതൽ. ഫംഗസ് അറ്റാക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫലപുഷ്ടി എന്ന് പറഞ്ഞാല് ഇത് അസിഡിക് ആക്കും നമ്മുടെ മണ്ണിനെ ഈ മഴ കൂടുമ്പോൾ. അതിനാണ് നമ്മുടെ ചെടി മോശവും. അങ്ങനെ അതെല്ലാം ആ മഴ കൂടുന്ന ഒരു പരിധി വരെ മഴ കൂടുന്ന ചള്ളാണ്.
കൃഷിയെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് വെജിറ്റേറ്റീവ് ഗ്രോത്ത് കിട്ടും. നമ്മൾ ഇതുപോലെയുള്ള ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് വെജിറ്റേറ്റീവ് ഗ്രോത്ത് അല്ല വേണ്ടത്. അപ്പൊ അതിനനുസരിച്ചുള്ള വളം പ്രയോജനം നമ്മൾ ചെയ്യേണ്ടിയിരിക്കും. നമുക്ക് ഇങ്ങനെയുള്ള നല്ല വെറൈറ്റിയുടെ തൈകൾ നമുക്ക് അത്യാവശ്യം എവിടെയും കിട്ടാൻ സാധ്യതയുണ്ടോ? അതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും ഞാൻ അത് ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കും. അതെ, കൊടുക്കുന്നുണ്ട്. നമുക്ക് കിട്ടണമെങ്കിൽ എന്നാ നേരത്തെ എന്നോട് പറഞ്ഞാൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് തൈ ഞാൻ തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഒത്തിരി ലാവശ്യമായിട്ടില്ല, ചെറിയ തോതിൽ നമുക്ക് ഈ തോട്ടങ്ങളിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്വന്തമായിട്ട് കുറച്ച് പ്ലാൻ ചെയ്യുന്നല്ലേ? സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള തൈ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുക. കോൺട്രാക്ട് ഫാമിംഗ് പോലെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ചെയ്തു തരാമോ, ഇത് മാനേജ് ചെയ്ത് തരാമോന്ന്. പക്ഷെ ഞാൻ ഇപ്പൊ 1-2 പ്ലോട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടും ആ തൈ അങ്ങോട്ടേക്കുള്ള ഉപയോഗത്തിനായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ അതിപ്പോ ഇവിടെ ആൾക്കാർ വന്ന് തുടങ്ങി, കുറച്ച് പേര്, അധികം പേര് അങ്ങനെ വന്ന് ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ഇത് വിറ്റ് പോകുന്നുണ്ട്. ഒരു കർഷകനെ സംബന്ധിച്ചേ ഒരു നല്ല റംബുട്ടാൻ തൈ എങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും, അത് കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് പറഞ്ഞു തരാമോ? കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഇതിൻ്റെ അകത്ത് നമ്മളെ നേഴ്സറികളിലൊക്കെ ധാരാളം തൈകൾ ഇരിപ്പുണ്ട്. ഇതിന്റെ നമ്മൾ ഒരു സീഡിട്ട് ഇപ്പൊ ഈ നാടൻ റംബുട്ടാനൊക്കെയാണ് സാധാരണ കൂടുതലായി കാണുന്നത്. സീഡിട്ട് അത് വിത്ത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൊണ്ടുവരുന്ന ഏജൻസി ഉണ്ട്, കിലോയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയത്ത് നേരലി കൊണ്ടുതരും. നമ്മൾ ഇവിടെ ഫ്രൂട്ടിങ്ങിന് മുമ്പ് തന്നെ അവിടെ മേഖലയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവര് കൊണ്ടുതരും. അത് തൈ ആക്കി കഴിഞ്ഞ ശേഷം ഇതിന്റെ ബഡ് എടുക്കുന്നതിന്റെ കാര്യമായിരിക്കും. അതിനെ കുറിച്ച് നന്നായിട്ടൊന്ന് പറഞ്ഞു. അത് എന്നാ വെച്ചാല് എല്ലാരും ചെയ്യുന്നത് നേഴ്സറിക്കാരെന്നാ ചെയ്യുന്നത്, അവർക്ക് കിട്ടുന്ന ബഡ് അവർക്ക് അതിനോട്ടും ബഡ് പണിക്കാരായിരിക്കും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും തോട്ടങ്ങളാകുമ്പോഴത്തേന് അതിനുള്ള ബഡ് എടുക്കാൻ പറ്റിയല്ല. തോട്ടങ്ങൾ ഉണ്ടെങ്കിലും ബഡ് എടുക്കാൻ പറ്റുള്ളൂ. തോട്ടങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് അവർക്ക് കിട്ടുന്ന ബഡ് വെച്ച് അവർ ചെയ്യും. അപ്പൊ അതിന് ആ ക്വാളിറ്റി കിട്ടില്ല. അതിന്റെ ഈ ഏരങ്ങൾ പോകുമ്പോഴത്തേന് ചെറിയ സൈഡിൽ കൂടെ പോകുന്ന ഏരങ്ങൾ അതുപോലെയുള്ള അത് കാണിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയുള്ള ഈ സൈഡിലോട്ട് എടുക്കാൻ സൈഡിലോട്ട് വന്ന് ഇതുപോലെയുള്ള ചെറിയ ഏരങ്ങളിൽ നിന്നൊക്കെ ഈ ബഡൊക്കെ എടുത്ത് അവർ ബഡ് ചെയ്യും. അതേ സമയത്ത് നമ്മൾ ചെയ്യിക്കുമ്പോഴത്തേന് നല്ല ഷൂട്ട് അതുണ്ടോ, ആ പോന്ന് അതിനുവേണ്ടി തന്നെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ബഡ് എടുക്കാൻ വേണ്ടി. പിന്നെ നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഈ തോട്ടങ്ങൾ ഉണ്ടെങ്കിലേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അത്ര നമ്മൾ സെലക്ട് ചെയ്താലേ ഇതിന്റെ ബഡ് കിട്ടുള്ളൂ. അതാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ആ ഷൂട്ട് അത് വന്നാലേ അത് ആ ഗ്രോത്തും നല്ലതായി വരുള്ളൂ. ഇപ്പൊ നമുക്ക് ഇവിടെ എല്ലാം തോട്ടമുണ്ട്, അനിയനെല്ലാം തോട്ടമുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ബഡ് കിട്ടും. അതുകൊണ്ട് നമുക്ക് നല്ല തൈ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതെ, കർഷകൻ കുറച്ച് എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ തൈ വാങ്ങിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? വാങ്ങിക്കാൻ പോകുമ്പോഴത്തെ സാധാരണഗതിയിൽ 1-ാം വർഷ തൈ തന്നെ മേടിച്ച് വെക്കുന്നതാണ് നല്ലത്. നമുക്ക് അറിയാൻ പറ്റുമോ 1-ാം വർഷം 2-ാം വർഷം എന്നൊക്കെ? അത് നമുക്ക് കാണുമ്പോൾ ഗ്രോത്ത് കാണുമ്പോൾ അറിയാലോ. ഗ്രോത്ത് അറസ്റ്റ് ചെയ്ത് പോകാത്ത തൈകൾ അതാണ് മെയിനായിട്ട്. അല്ല കൂട് വലുതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ചെറിയ കൂടാണെങ്കിൽ സാധാരണ 10-12 ആ കൂടാണെങ്കിൽ അതൊരു 1-ാം വർഷ തൈ വെക്കുന്ന ഒരു കൂടാണ്. അതില് എത്ര പൊക്കമുള്ള തൈയാണ് നമ്മൾ സാധാരണ കർഷകൻ ഏറ്റവും നല്ലത് അങ്ങനെയെല്ലാം പറയാനുണ്ടോ? അയ്യോ വലിയ ചിലർ പറഞ്ഞിട്ട് അല്പം കൂടി തൈയാണ് നല്ലതെന്ന് പറഞ്ഞു, ചെറിയ തൈയാണ് പറഞ്ഞു. അതിൻ്റെ അകത്ത് കുഴപ്പമില്ല. എന്താ വെച്ചാല് ആദ്യത്തെ ഒരു വർഷം എന്ന് പറഞ്ഞാലും 2-2.5 അടി പൊക്കം ആയ തൈകളുണ്ട്. അതന്നെ ആ തൈകൾ ഏറ്റവും ഉത്തമം. അത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേര് വന്ന് കൂടി തിങ്ങിപ്പോകാതിരിക്കാനാണ് നമ്മൾ പറയുന്നത്. എന്താ വെച്ചാല് ഈ ഗ്രോത്ത് അറസ്റ്റ് ചെയ്ത് അത് പിന്നെ റൂട്ട് പിന്നെ നേരെ പോകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ആ ടൈപ്പ് ഒരു തൈകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.